സ്പാനിഷ് കൗമാര താരം ലാമിൻ യമാലിന്റെ മാജിക്കൽ ഗോളിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഫുട്ബോൾ ലോകം ഇതുവരെ മുക്തമായിട്ടില്ല. 17ാം ജന്മദിനം ആഘോഷിച്ചാണ് ലാമിൻ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഫൈനലിനിറങ്ങുന്നത്. എന്നാൽ ഫൈനലിൽ മുഴുവൻ സമയവും കളിക്കാൻ യമാലിന് സാധിച്ചേക്കില്ല. ജർമ്മനിയിലെ തൊഴിൽ നിയമമാണ് ഇതിന് കാരണം. ജർമ്മനിയിലെ തൊഴിൽ നിയമം അനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രാദേശിക സമയം രാത്രി 8 മണിക്ക് ശേഷം ജോലി ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ കായിക താരങ്ങൾക്ക് ഇതിൽ ചെറിയ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കായിക താരങ്ങൾക്ക് രാത്രി 11 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം യമാൽ കളിച്ചാൽ സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ 30,000 യൂറോ പിഴ അടയ്ക്കേണ്ടി വരും. ഫ്രാൻസിനെതിരായ സ്പെയിൻ്റെ സെമിഫൈനൽ മത്സരം ഉൾപ്പെടെ ജർമ്മൻ പ്രാദേശിക സമയം 9 മണിക്കാണ് ആരംഭിച്ചത്. 90 മിനിറ്റ് മത്സര സമയവും റെലഗേഷൻ 2 പകുതിയിലെയും ഇഞ്ചുറി ടൈമും എക്സ്ട്രാ ടൈമും ഇടവേള സമയവും വരുമ്പോൾ മത്സരം പ്രാദേശിക സമയം 11 മണി നടക്കും. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറ്റലി, അൽബേനിയ ടീമുകൾക്കെതിരെ യമാലിനെ കളിക്കളത്തിൽ നിന്ന് നേരത്തെ പിൻവലിച്ചിരുന്നു. 2 മത്സരങ്ങളും രാത്രി 9 മണിക്കാണ് ആരംഭിച്ചത്. സെമിയിൽ ഫ്രാൻസിനെതിരെ താരത്തെ അവസാന നിമിഷം കളത്തിൽ നിന്ന് പരിശീലകൻ പിൻവലിച്ചു. ജർമ്മൻ പ്രാദേശിക സമയം രാത്രി 9 മണിക്കാണ് യൂറോ കപ്പ് ഫൈനൽ. യമാൽ ഇംഗ്ലണ്ടിനെതിരെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവുമെന്നുറപ്പാണ്. മത്സരത്തിന്റെ മുഴുവൻ സമയത്തും താരത്തിനെ കളിക്കുന്നതിൽ തടസ്സമുണ്ടാവില്ല. എന്നാൽ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീണ്ടാൽ നിയമപ്രശ്നം ഉടലെടുക്കും. എന്നാൽ യമാലിനെ കലാശപ്പോരിൽ സ്പാനിഷ് കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വിരളമാണ്. നിശ്ചിത സമയത്തിനു ശേഷവും യമാൽ കളിക്കുകയാണെങ്കിൽ സ്പെയിൻ പിഴ നൽകേണ്ടി വരും.